ഡിസംബർ 18 ഖത്തർ എന്ന രാജ്യവും ഇവിടെയുള്ള ജനങ്ങളും ദേശീയ ദിനാഘോഷത്തിൻ്റെ നിറവിലാണ്. ഖത്തറിനെ ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഏകീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആധുനിക ഖത്തറിൻ്റെ ശില്പി ഷെയ്ഖ് ജാസിം ബിൻ മുഹമ്മദ് അൽ താനി 1878 ഡിസംബർ 18 ഖത്തറിൽ അധികാരത്തിൽ വന്നതിൻ്റെ സ്മരണയ്ക്കാണ് ഡിസംബർ 18 രാജ്യം ദേശീയ ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഐക്യവും പുരോഗതിയും സുരക്ഷയും ഭാവിയിലേക്കുള്ള രൂപകൽപ്പനകളും മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ പങ്കാളികളായവർക്കുള്ള ആദരം കൂടിയാണ് ഡിസംബർ 18 എന്ന ദേശീയ ദിനം. തിരിഞ്ഞു നോക്കുമ്പോൾ ഖത്തറിന് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഭൂപടത്തിലെ ഈ കൊച്ചു രാജ്യം ഇന്ന് ലോകമറിയുന്ന കരുത്തുറ്റ ഒരു രാഷ്ട്രമായതിനും ഒരു സാമ്പത്തിക ശക്തിയായതിനും പിന്നിൽ പ്രകൃതി കനിഞ്ഞരുളിയ വൻ എണ്ണ പ്രകൃതിവാതക ശേഖരമെന്ന സമ്പത്തിനു പുറമെ ഒരു ജനതയുടെ ഇച്ഛാശക്തിയും അവർക്ക് നേതൃത്വം നൽകുന്നവരുടെ വ്യക്തമായ ഭാവനയുമുണ്ടെന്ന് നമുക്ക് കാണാം. പാരമ്പര്യത്തിൻ്റെ ശക്തിയും പുരോഗതിയുടെ വേഗതയും ഒന്നിച്ചാവാഹിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന ഖത്തർ ആധുനിക ലോകത്ത് അതിർത്തികൾ മാത്രം നിർണയിക്കുന്ന ഒന്നല്ല രാജ്യമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗസയിലെ ജനങ്ങൾക്കെതിരെ, ഇസ്രായേലിൻ്റെ നരനായാട്ടിനെതിരെ അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭയുമെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സന്ദർഭങ്ങളിലും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നടപടിയിലൂടെ ഖത്തർ എന്നും ആവശ്യപ്പെടുന്നത് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ്. ഖത്തർ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ലോകജനങ്ങൾക്കും വൻ ശക്തികൾക്കും നൽകിയത്. ഭൂമിശാസ്ത്രപരവും ജനസംഖ്യാപരമായും ചെറുതെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആഗോള വിഷയങ്ങളിൽ ഖത്തർ എടുക്കുന്ന ഓരോ നിലപാടുകളും ഇത്തരത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് അനീതിയും വേദനയും അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യവും സഹായഹസ്തവും അരുളുകയാണ് ഈ കൊച്ചു രാജ്യം. മാതൃരാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ കൂടെ ഭാഗമാണെന്ന് നമ്മെ ഉണർത്തിയ പ്രവാചക വചനങ്ങളെ സാക്ഷിയാക്കി ഖത്തർ ഇനിയും ഉയരങ്ങളിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. പുതിയ പ്രതീക്ഷയുമായി ഖത്തർ ജനതയെ മുന്നോട്ട് നയിക്കുന്ന ഖത്തർ എമീർ ഹിസ് ഹൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്കും മറ്റു ഭരണാധികാരികൾക്കും ഖത്തറിൻ്റെ ദേശീയ ദിനത്തിൽ നമുക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. ഖത്തറിൻ്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാനും ചെറുതെങ്കിലും ഈ നാടിൻ്റെ അഭിമാനം വാനോളം ഉയർന്നതാണെന്നും പ്രഖ്യാപിക്കുന്ന ഒരു ജനതയോടൊപ്പം നമുക്കും തോളോട് തോൾ ചേർന്ന് നിൽക്കാം.